ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് അധികം 1 ഇയർ ബർത്ത്ഡേൻ്റെ സെറ്റുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അതിൽ ഷൂ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വിങ്സും എല്ലാം കൂടെ വരുന്ന സെറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്ത ഫ്രോക്ക് തന്നെയാണ്. 1 ഇയർ ബേബി ബർത്ത്ഡേൻ്റെ ഒരു ഫ്രോക്ക് നമ്മൾ സെയിം ടു സെയിം കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡാർക്ക് പർപ്പിളിൽ ചെയ്തൊരു ഫ്രോക്കാണ്. ഇതിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. എല്ലാവരും ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബോഡി പാർട്ടാണ് ഈ ഒരു സീക്വൻസ് ബീഡ്സ് വർക്കൊക്കെ വരുന്ന ഈ ഒരു ബോഡി പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ 1 ഇയർ ബേബി 21 സൈസിലാണ് കേട്ടോ ഫുൾ ലെങ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴെ 3 ഫ്രില്ലും എടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്ലെസ് ആണ്. വിങ്സും കൂടെ നമ്മൾ ഇതിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷൂ, ഹെഡ് ബാൻഡ്, ഫ്രോക്ക്, അങ്ങനെ 4 സെറ്റ് ഒന്നിച്ചാണ് കേട്ടോ. 4 എണ്ണം കൂടിയൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ മുമ്പൊക്കെ കാണിച്ചതേപോലെ തന്നെ നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾഡറിൽ നമ്മൾ സ്ലീവ് പോർഷനിൽ നല്ലൊരു ഫ്ലവറും കൂടെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ക്യാൻ വെച്ചിട്ടുള്ളൊരു ബോയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോ നമ്മൾ ക്യാൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രോക്കിന് മാത്രമായിട്ട് നമുക്ക് പ്ലെയിൻ നെറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 13 മീറ്ററോളം വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ഒരു 1.5 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഫുൾ ലെങ്ത് ആയതുകൊണ്ടാണ്. പിന്നെ ബോഡി പാർട്ട് നമുക്കൊരു 35-40 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിങ്സ് നമ്മൾ ഗ്ലിറ്റർ നെറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗി കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലിറ്റർ നെറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് നമുക്ക് 2,800 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് തന്നെ ഏകദേശം ഒരു 1,500 രൂപേൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. വിങ്സൊക്കെ അടക്കം സെറ്റ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ഷിപ്പിംഗ് ചാർജ് എന്നൊന്നും പറയണ്ട. ഷൂ, ഹെഡ് ബാൻഡ്, വിങ്സ് വിത്ത് ഫ്രോക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ ഫ്രോക്കാണ്. ഇതും നമ്മൾ പേജിൽ വെറൈറ്റിയാണ് കേട്ടോ. ഓർഗൻസ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ചെയ്തൊരു ഫ്രോക്കാണ്. അതുപോലെ ബീഡ്സൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്ന് എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രോക്ക്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഒരു 2 ഇയർ ബേബി 18 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മീറ്റർ മെറ്റീരിയൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 മീറ്റർ ലെയർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 2 അങ്ങനെ 3 മീറ്റർ ലെയർ കൊടുത്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ബോഡി പാർട്ടും അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്ലവറും ബോയൊക്കെ അതിന്മേൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മീറ്റർ ലൈനിങ്, അതുപോലെ കോട്ടൺ ലൈനിങ് ഒക്കെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഒരു 450-500 രൂപ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാനുള്ളതും കൂടി കൊണ്ടാണ്, ഫ്ലവറും അതുപോലെ ബീഡ്സും ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 500 രൂപയൊക്കെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളിതൊരു മോഡലിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 1,100 ആ റേഞ്ചിലൊക്കെ കൊടുക്കുക. ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. സ്റ്റിച്ചിങ് ചാർജാണ് ഞാൻ 500 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആ ഒരു നെക്ക് കുറച്ചൊരു ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷേപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബോയ് കൊടുത്തിട്ടില്ല. അതുപോലെ വള്ളിയാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നല്ല തിക്കിൽ ഫ്രില്ലും എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്യുക, താഴെ നമ്മൾ ഫിഷ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിനെ ഹൈലൈറ്റായിട്ട് കാണിക്കണം. നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫ്രോക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ സ്റ്റാപ്പാണ് സ്ലീവിന് പകരം കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ബീഡ്സ് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കളർ ചേഞ്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരുവിധം കളേഴ്സൊക്കെ ഇത് നല്ല കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഫുൾ സെറ്റ് തന്നെയാണ് കേട്ടോ. അതിൽ വിങ്സ് ഇല്ല എന്നുള്ളൂ. സ്കേർട്ട് ആൻഡ് ടോപ്പ് 1 ഇയർ ബേബി ബർത്ത്ഡേ സെറ്റാണ്.
സ്കേർട്ട് ആൻഡ് ടോപ്പ്, അതുപോലെ ഷൂ, ഹെഡ് ബാൻഡ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്കേർട്ടിന് നമ്മൾ 1 മീറ്റർ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ചെറിയ സ്കേർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മീറ്റർ മതി. വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ ആകുമ്പോൾ 2 മീറ്റർ ഫ്ലെയർ കൊടുത്താൽ മതി കേട്ടോ. 1 മീറ്റർ നമ്മൾ 2 അങ്ങനെ കൊടുത്തതാണ്. ടോപ്പിന് നമ്മൾ എക്സ്ട്രാ 1/2 മീറ്റർ മെറ്റീരിയൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതും അതിനോട് കോമ്പിനേഷനാണ്, പക്ഷേ വർക്ക് മാത്രം കുറച്ച് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതിൽ സെറ്റായിട്ട് ഷൂ ഉണ്ട്. അപ്പോൾ സ്കേർട്ട് പോർഷൻ 1/2 മീറ്ററും സ്കേർട്ട് പോർഷൻ 1 മീറ്ററും ടോപ്പ് പോർഷൻ 1/2 മീറ്ററും നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടിനും കൂടെ ലൈനിങ് നമ്മൾ 1.5 മീറ്ററിൻ്റെ ഉള്ളിലേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ കോട്ടനും കൊടുത്തിട്ടുണ്ട്, ക്രേപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഏകദേശം ഒരു 700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 1,800 താഴെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലേസിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ 2 വള്ളിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വള്ളി ഓരോന്ന് 2 വശത്തും ഓരോന്ന് കൊടുത്തിട്ട് അങ്ങനെ കുട്ടിക്കെട്ട് അങ്ങനെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 6 എണ്ണം, 3 എണ്ണം വീതം ഓരോ വശത്തും അങ്ങനെ 6 എണ്ണമായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വള്ളിമ നമ്മളൊരു ചെറിയ ഫ്ലവർ പോലെ ആ ഒരു കൊഞ്ചൽ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കേർട്ട് നല്ല ഹെവി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിന്മേൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഫ്രണ്ടിലത്തെ ലേസാണ് കേട്ടോ താഴെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് തന്നെ അത്യാവശ്യം 100 സംതിങ് 150 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പ് പോർഷൻ്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഹെഡ് ബാൻഡും അതുപോലെ ഷൂമ ബാൻഡൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 1,800 ആ റേഞ്ചിലാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 2 ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് ഗ്രീനിലാണ്. അപ്പോൾ 1 ഇയർ ബേബി ബർത്ത്ഡേൻ്റെതാണ് ഒരു ഫ്രോക്ക്. അപ്പോൾ സെയിം വീട്ടിൽ തന്നെ ഒരു കുട്ടിക്കും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 4 ഇയർ ബേബിൻ്റെതാണ് കേട്ടോ. ഒന്ന് 18 സൈസിലും ഒന്ന് 24 സൈസിലും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ഫ്രോക്കിന് നമുക്കൊരു 3.5 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. കോട്ടൺ 1 മീറ്ററും ലൈനിങ് 1 മീറ്ററും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഫ്രോക്കിനാണെങ്കിൽ ഒരു 4.5 മീറ്റർ 5 മീറ്ററിൻ്റെ ഷോർട്ടായിട്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും 1.5 മീറ്റർ വീതം അതും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വലിയ ഫ്രോക്കിന് നമ്മൾ ക്ലിപ്പും ചെറിയ ഫ്രോക്കിന് ബാൻഡുമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെറിയ ഫ്രോക്ക് നമ്മൾ 1,500 ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ ഫ്രോക്ക് നമ്മളൊരു 1,600 ആ ഒരു റേഞ്ചിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.